പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബോളി തയ്യാറാക്കിയാലോ. അതിനായിട്ട് 2.5 കപ്പ് മൈദാപ്പൊടി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മതിയാവും. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മാവ് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാ ഭാഗത്തും കിട്ടത്തക്ക രീതിയിൽ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിനേക്കാളും ഒരല്പം കൂടി ഒന്ന് ലൂസായിട്ട് വേണം നമുക്കൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടണം മാവ്. അപ്പോൾ നമ്മൾ ഈ മാവ് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യൊന്നൊഴിച്ച് കൊടുക്കാം. ഒരു 2 സ്പൂണൊക്കെ മതിയാവും. കുറച്ച് നെയ്യൊന്നൊഴിച്ച് ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ചുകൂടെ നെയ്യൊന്ന് അതിൻ്റെ മുകളിലേട്ടൊക്കെ ഈ എണ്ണ തന്നെ ബാലൻസ് വരും കേട്ടോ, ഈ നെയ്യൊക്കെ. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇങ്ങനെ മിക്സാക്കി 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കുക. കഴുകിയ കടലപ്പരിപ്പ് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി, ഉപ്പും അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച്, ഞാനിവിടെ ഇതിന് 5 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഉടഞ്ഞു പോകാനും പാടില്ല, എന്നാൽ വേവേയും വേണം നല്ലതുപോലെ. അപ്പോൾ ഇപ്പം നമ്മുടെ കടലപ്പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരെണ്ണം എടുത്ത് കയ്യിലൊന്ന് ഞെക്കി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് തരിതരിപ്പ് വേണം കേട്ടോ. ഒന്ന് കടിക്കാനൊക്കെ ഇടയ്ക്ക് നമുക്കിന്ന് കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ആ രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പേസ്റ്റായി പോകരുത്. ഈ ഒരു പരുവത്തിന് അടിച്ചെടുത്തേക്കുന്നത്. ഇതൊരു പാനിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഏത് കപ്പിലാണോ പരിപ്പ് അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെ ഞാൻ 1 കപ്പ് ശർക്കരപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കാം. ഇപ്പം നമ്മുടെ ശർക്കരപ്പൊടിയെല്ലാം മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഈ പരിപ്പിൻ്റെ കൂടെ തന്നെ ഈ ശർക്കരപ്പൊടിയെല്ലാം നല്ല ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ മാത്രം മതി നമ്മുടെ ജാതിക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് പാനിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇനി വീണ്ടും അത് ഈ ഒരു പരുവത്തിൽ പാനിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ മാറ്റി വെച്ച് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ചെറിയൊരു നെല്ലിക്ക പരുവത്തിലുള്ള ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. മാവ് നോക്കുക, മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള മാവെടുത്ത് ഒരു ബട്ടർ പേപ്പർ ഇട്ട് അതിലേക്ക് നമുക്കിത് വെച്ച് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് പരത്തിയെടുക്കാം. ഇനി പരത്തിയ മാവിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പരിപ്പിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ 4 ഭാഗവും ഇതുപോലെ ഒന്ന് മുകളിലോട്ടൊന്ന് ചുരുട്ടിയെടുത്ത് അതിൽ നിന്ന് ഈ മാവ് ഇതുപോലെ വലിച്ച് കുറേ അങ്ങ് മാറ്റാം. അതിനുശേഷം വീണ്ടും ബട്ടർ പേപ്പറിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരല്പം നെയ്യൊന്ന് തടവി കൈകൊണ്ട് നൈസായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അരിപ്പൊടിയൊക്കെ ഇട്ട് പലകയിൽ നമ്മുടെ ചപ്പാത്തി പലകയിൽ പരത്തിയെടുത്താലും മതി. ഞാൻ എൻ്റെ എളുപ്പത്തിന് ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പമാണ്. ഒരു വശം ഒന്ന് മരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം നെയ്യോടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് മൂപ്പിച്ചെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് ബോളി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് പാൽപ്പായസവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അത് വീർത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇനി ഒരെണ്ണം കൂടെ ഞാൻ അതുപോലെ തയ്യാറാക്കിയെടുക്കാം. അത് കുറച്ച് മാവെടുത്ത് ഉരുളകളാക്കി ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുക. ബട്ടർ പേപ്പറിൽ വെച്ചതിന് ശേഷം കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കുക. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ പരിപ്പിൻ്റെ കൂട്ട് വെച്ച് മാവൊന്ന് വലിച്ച് ബാക്കി മാവെല്ലാം തിരിച്ചെടുക്കുക. അതിന് ശേഷം വീണ്ടും കയ്യിൽ ഒരല്പം നെയ്യൊന്ന് പുരട്ടി ബട്ടർ പേപ്പറിൽ വെച്ച് പരത്തിയെടുത്താൽ മതി. ഇനി ചൂടായ പാനിലേക്കിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു വശം മുരിഞ്ഞ് വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബോളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബോളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. പാൽപ്പായസത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും
വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.